പാകിസ്ഥാൻ എന്ന് പറയുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുടെ രാജ്യം, ബലൂചിസ്ഥാൻ ഇന്നല്ലെങ്കിൽ നാളെ വിഘടിച്ചു പോകാൻ വെമ്പി തുളുമ്പി നിൽക്കുന്ന ഒരു പ്രവിശ്യ, സിന്ധു പഞ്ചാബ് പ്രവിശ്യയിൽ സിന്ധു നദീജല കരാറിൽ ഇന്ത്യ കൈവച്ചതോടുകൂടി വിപ്ലവകരമായ അന്തരീക്ഷം നിലനിൽക്കുന്നു. സൈനിക മേധാവിയുടെ കുടുംബം മുഴുവൻ നാട് വിട്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും ഇന്നല്ലെങ്കിൽ നാളെ തല്ലിപ്പിരിയും. വലിയ രീതിയിൽ അരക്ഷിതാവസ്ഥ തുടരുന്ന, നോക്കൂ, വ്യോമ മേഖല അടച്ചതോടുകൂടി കോടിക്കണക്കിന് രൂപ ഇപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധി കൂടി പാകിസ്ഥാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ രീതിയിലും പാപ്പരായി തകർന്ന് തരിപ്പണമായിരിക്കുന്ന പാകിസ്ഥാൻ കണ്ടുപിടിക്കുന്ന വലിയ തന്ത്രം, ഇവിടെ ഒരു ഭീകരാക്രമണം നടത്തുക, പഹൽഗാമിൽ ജാതി ചോദിച്ച് അവിടെ ആളുകളെ കൊല്ലുക, ഒരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് ഇന്ത്യ എന്ന മതേതര മണ്ണിനെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുക. ആ ഒരു പ്രവർത്തനത്തിലൂടെ ഇന്ത്യ ഒരു യുദ്ധം പ്രഖ്യാപിക്കുക, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുക, പാകിസ്ഥാനിന്റെ വിഘടിച്ചു കിടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ മുഴുവനും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വികാരത്തിലേക്ക്, ഒരു രാജ്യവികാരത്തിലേക്ക് ഉയർത്തിയെടുത്ത് പാകിസ്ഥാന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ള കപട തന്ത്രമാണ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരുന്നുണ്ട് ഇന്ത്യൻ തീക്കാറ്റ് പാകിസ്ഥാനിന്റെ മണ്ണിലേക്ക്. അത് നിങ്ങൾ കരുതുന്ന പോലെ, നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ ഒരു വലിയ രീതിയിലുള്ള യുദ്ധമായിട്ടല്ല, തരക്കാരോട് കളിക്കുക എന്ന് പറയുന്നത് പോലെ ഇന്ത്യൻ മിലിറ്ററി കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസം. നിങ്ങൾ തീരുമാനിക്കെങ്ങനെ, എപ്പോ, എവിടെ അവന്റെ കണ്ണാക്കിൽ കൊടുക്കണം എന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പൂർണ്ണ സ്വാതന്ത്ര്യവും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് നിമിഷവും ഒരു സർജിക്കൽ സ്ട്രൈക്കിനുള്ള സാധ്യതയാണ് കാണുന്നത്. ലക്ഷ്യം കൃത്യമായി നിർണയിക്കുക, ലക്ഷ്യത്തിലേക്ക് വേണ്ട ആളുകളെ, പ്രവർത്തനങ്ങളെ, ആ ഒരു അറ്റാക്കിംഗ് രീതിയെ കൃത്യമായി നിർണയിക്കുക, ചെല്ലുക, ചെയ്യുക, തകർക്കുക, തിരിച്ചു വരിക. ഇന്ത്യ ചെയ്യാൻ പോകുന്ന അത്തരമൊരു സ്ട്രൈക്ക് ആവാനാണ് കാരണം ഇങ്ങനെ നിയന്ത്രണ മേഖലയിലെ ശക്തമായ തുടരെയുള്ള വെടിനിർത്തൽ പ്രഖ്യാപനങ്ങളുടെ ലംഘനം, അതുപോലെ തന്നെയുള്ള ശക്തമായ പ്രകോപനങ്ങൾ, ഇതെല്ലാം കാണിക്കുമ്പോൾ പട്ടിപ്പുച്ഛം കാണിച്ച് ഇന്ത്യ നിൽക്കുന്നതിൻ്റെ ഒന്നാമത്തെ തെളിവ് പാകിസ്ഥാന്റെ ഉദ്ദേശം നടപ്പിലാക്കാതിരിക്കുക, ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാതിരിക്കുക, സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന സ്മാർട്ട് ഗെയിമിലൂടെ പാകിസ്ഥാനുമേൽ വലിയ പ്രഹരം യുദ്ധമുറയിൽ തന്നെ പ്രഖ്യാപിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഇന്ത്യ കടന്നു പോകുന്നത്.